എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേ ആയിട്ട് പഞ്ചായത്തിൽ ഫുൾ ഡയറി മിൽക്ക് വാങ്ങിച്ച് നമ്മളും കഴിച്ചു. അമ്മമാർക്ക് അപ്പന്മാർക്കൊക്കെ കൊടുത്തു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഡയറി മിൽക്ക് ബാക്കി വന്നായിരുന്നു. അതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതും കൂട്ടിയിട്ട് ദേ ഇച്ചിരി കോളം ഡയറി മിൽക്ക് ദേ നമ്മളുടെ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡയറി മിൽക്കൊക്കെ വെച്ചിട്ട് ഒരു സൂത്രം ചെയ്താണ് തലയ്ക്കായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, ഡയറി മിൽക്കൊക്കെ വെച്ചിട്ട് എന്തായാലും ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കണ്ടേ, പ്രത്യേകിച്ച് ഇന്ന് വാലന്റൈൻസ് ഡേ നമ്മൾ ആഘോഷിക്കണം എന്നാണല്ലോ. അപ്പോൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പ്രവീൺ മച്ചാനെ എന്താണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുക? കേക്ക് എന്ത് കേക്ക് ഉണ്ടാക്കണം? വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക്, ഡയറി മിൽക്ക് കേക്ക്. ഓക്കെ, അപ്പോൾ പ്രവീൺ മച്ചാന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡയറി മിൽക്ക് കേക്കാണ്. അതും ഈ കാണുന്ന ഡയറി മിൽക്ക് ഒക്കെ മൊത്തത്തിൽ ഉരുക്കി ചേർത്തിട്ട്. അപ്പോൾ ആദ്യത്തെ പണി എന്താണെന്നറിയോ? നമ്മൾ ഈ കാണുന്ന ഡയറി മിൽക്ക് ഒക്കെ ഇല്ലേ, ഇവരൊക്കെ നമുക്കൊന്ന് ഉരുക്കി എടുക്കണം. ഇത് മൊത്തം ചിലപ്പോൾ വേണ്ടി വരില്ല. നമ്മൾ ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നത്, വലിയ കേക്കിലേക്ക് പോകുന്നില്ല. എന്നാൽ ഭയങ്കര ചെറുതുമല്ല, ഒരു വെറൈറ്റി ഡയറി മിൽക്കിന്റെ തന്നെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാണുന്ന ഡയറി മിൽക്ക് ഒക്കെ ഒന്ന് ഉരുക്കിയെടുക്കാനുള്ള പരിപാടി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഡയറി മിൽക്ക് ഉരുക്കിയെടുക്കാനായിട്ട് ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതേ നമ്മളുടെ ഡയറി മിൽക്കുകൾ ഓരോന്നായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പൊട്ടിക്കൽ പരിപാടി തുടങ്ങാം കേട്ടോ. വാ ചടാൻ, നമ്മുടെ ഹാർട്ട് ആൻഡ് ബ്ലഷ് അല്ല, യു മെൽറ്റ് മൈ ഹാർട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. സാധനം നല്ല പൈസ കേട്ടോ. സാധാ ഡയറി മിൽക്കിന് ഇച്ചിരി പ്രീമിയം പാക്കിങ്ങിലേക്ക് ആക്കി കഴിഞ്ഞാൽ കാശ് കൂട്ടി ഒരുക്കും, കുഴപ്പമില്ല. അപ്പോൾ പൊട്ടിക്കൽ തുടങ്ങണം. നമ്മൾ ഓരോ ചോക്ലേറ്റുകളായി നമ്മൾ പൊട്ടിക്കുന്നു, ഇടുന്നു, ഒരുക്കുന്നു. ഇതെന്നെ പരിപാടിയെ പ്രവി. വെറും വയറ്റിലൊരു ചോക്ലേറ്റ് ആയാലോ. തുറക്കുമ്പോൾ കണ്ട ഹാർട്ടാണ് മെയിൻ. ഇത് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടണല്ലേ പ്രവി? രക്ഷയില്ലാത്ത പാക്കിങ്. ആഹാ, സംഭവം എന്തേ ചെറുതായിട്ട് ചൂടടിച്ചപ്പോൾ കണ്ട വളഞ്ഞ് പൊളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളഞ്ഞ് പൊളഞ്ഞ ചോക്ലേറ്റിൻ്റെ നടു ഇതെപ്പോഴും നമ്മുടെ വീക്ക്നെസ്സാണ്. ഈ സാധനം എടുത്തിട്ടില്ലേ, ഇത് മാത്രം കടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലല്ല മോയാ. അപ്പോൾ ഹൃദയമില്ലാത്ത ചോക്ലേറ്റിന് നമ്മൾ ഒരുക്കാനുള്ള പാത്രത്തിൽ കിട്ടിയേക്കാണ്. വായിലിരിക്കുന്ന ഇനി പറയാൻ പറ്റാവോ, ഹാർട്ട് അലിഞ്ഞ് തീർന്നിട്ടില്ല. അപ്പോൾ അതേ അടുത്ത ആൾ നമ്മുടെ ഓരോ കൂട്ടരാണ്. വെറൈറ്റി സാധനം കേട്ടോ. നിങ്ങൾ വല്ലാനൊരു ബുദ്ധിമുട്ട്. ഓയ്യോ, സംഭവം ഒരു പെട്ടിലൂടെ ആകുമ്പോൾ കാശ് വിടും, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓരോക്കെ ഇച്ചിരി മെൽറ്റായി തുടങ്ങിയിട്ടാ, എന്നാലും കുഴപ്പമില്ല. ഇതൊന്നും അത്ര പെർഫെക്ഷനില്ല, നമുക്ക് തുറക്കാൻ പറ്റിയൊരു സാധനമല്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ഡയറി മിൽക്കും അതിൻ്റെ ഉള്ളിൽ ഓറിയോ ക്രീമും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വേറൊരു മൂഡ് സാധനമാണ്. ഇതെങ്ങനെ ഇടുക്കൂടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്. നമ്മളിങ്ങനെ വലിച്ച് എടുത്ത് ഈ സംഭവം നമ്മൾ കവർ ഊരി പൊട്ടിച്ചിടാൻ ഒരു പണി തന്നെ കേട്ടാ. ചടപടാന്ന് സാധനം ഊരി പൊട്ടിച്ചെടുക്കുക. ഇതൊക്കെ കൂടി നമ്മൾ കൂട്ടി ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നാമത് ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ കേക്കിന് ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഡയറി മിൽക്ക് കേക്ക് ആകുമ്പോൾ സംഭവം വേറെ മൂഡായിരിക്കും. കാഡ്ബറിയുടെ തന്നെ റിച്ച് ഡ്രൈ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഐറ്റമാണ്. അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, ഡ്രൈ ഫ്രൂട്ട്സിനെ ചോക്ലേറ്റിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തേക്കണതാണ്. അപ്പോൾ ഇത് ഓരോ ചോക്ലേറ്റ് ആട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്തോ ആണ്, ഇതിൻ്റെ ഉള്ളിൽ ബദാമാണ്, ഇതിൻ്റെ ഉള്ളിൽ റൈസിൻസ്, ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ടുള്ള ഉണ്ടയാണ്. ഇനി ഡയറി മിൽക്കായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണ് കേട്ടോ ലെക്സസ്. നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ കണ്ടപ്പോൾ നമ്മൾ വാങ്ങിച്ചാണ്. ഇത് തുറന്ന് നോക്കാം. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഹാർട്ടിൻ്റെ ഷേപ്പ്. ഒയ്യോടാ, ഇത് നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ലടാ, മിഠായിയാണ്. മിഠായിയുടെ ഉള്ളിൽ ചിലപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാവും. ഉണ്ടാവും, ഉണ്ട ചോക്ലേറ്റുകളാ. നോക്കിയടാ, വെറൈറ്റി ഷേപ്പിലുള്ള ഉണ്ട. ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും കണ്ട, 2 പീസ് ആവണ്ടാ. എന്താണ് ഹേസൽനട്ട് എന്ന് പൊടിഞ്ഞു തന്നെ. ഹേസൽനട്ട് ക്രീമാക്കിയതായിരിക്കുള്ളൂ അല്ലേ. നമ്മുടെ ചോക്ലേറ്റിന് ഭയങ്കര എന്താ പറയുക, ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉള്ള സാധനമാണ്. പക്ഷെ നമ്മളില്ലേ ഇതേപോലെ മധുരമൊക്കെ കുത്തി കളിക്കിയ ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, ആ സാധനം നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. പക്ഷേ മാതിരി മധുരമൊക്കെ അടിച്ച് കയറ്റിയിട്ട് നമ്മൾ 1 പീസോ 2 പീസൊക്കെ കഴിക്കുന്നത് കൊള്ളാം. അല്ലാണ്ട് നമ്മൾ മൊത്തത്തിലേക്ക് എടുത്ത് കഴിക്കാന്നുണ്ടെങ്കിലേ നമ്മുടെ കാര്യം തീരുമാനമായി, പെട്ടെന്ന് അടിച്ചോളൂ. ഇത് നമ്മുടെ ലിക്കബിൾസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തോരം പാപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. മെയിനായിട്ട് കളിപ്പാട്ടമാണ്. ചേട്ടാ ഇത് മറ്റേ കിൻഡർ ജോയ് പോലെ തന്നെയല്ലേ, 2 കളർ ഇട്ടിട്ട് ഓറിയോ നടക്ക്.
കണ്ടോ വീട് വീട് വീട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കൂടി ഇട്ടാലോ? അല്ല കിറുകിറ് കിട്ടാനായിട്ട് നല്ലതാണ്. ഓ ഇതിൻ്റെ നടുക്കില്ലേ ചോക്ലേറ്റ് ആയിരിക്കുള്ളൂ. നമ്മളിങ്ങനെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചോക്ലേറ്റ് കണ്ടതാണ്. കണ്ട ഓടിക്കുമ്പോൾ ചോക്ലേറ്റ് തന്നെ കണ്ട അങ്ങനത്തെ ബിസ്ക്കറ്റാണേ. ഇതാണ് നമ്മുടെ ജെംസ് ഇട്ടാ. അപ്പോൾ ജെംസിൻ്റെ ഉള്ളിലില്ലേ നമ്മൾ വിചാരിക്കും മൊത്തം ജെംസാണ്, പക്ഷേ ജെംസ് അല്ല, മൊത്തം കുഞ്ഞു കുഞ്ഞു പാക്കറ്റാണ്. നോക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ ചെറിയ ചെറിയ പാക്കറ്റുകളിലാണ് ജെംസ് വരുന്നത്. ഇനിയിപ്പോൾ അതേ നമ്മുടെ ജെംസ് കുട്ടൻ നമ്മൾ കളർഫുൾ ഫുള്ള് കളറാണ് കേട്ടോ. വാലന്റൈൻ മറ്റേ ഇതില്ലേ, ഹാപ്പി വാലന്റൈൻസ് ഡേ. നിങ്ങൾക്കൊന്നും ലൈനിലല്ല, ലൈനുള്ളവർക്കൊന്നും കൊടുക്കൂല. ഭാര്യമാരുണ്ടാ? തൽക്കാലം നിങ്ങളൊക്കെ ബാച്ചിലേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചത് വെച്ചിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ. കളി കഴിഞ്ഞ എന്താ നിങ്ങൾ സ്ഥലം എവിടെയാണ്? അപ്പാ കൊടുങ്ങല്ലൂര്. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ബാക്കി കേക്കിൽ വരും. നമ്മൾ ഇത്ര നേരം ഇട്ടതല്ല കേട്ടാ. ഇനി നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇടാൻ പോണേ, അതും കോഫി ഫ്ലേവർ. എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയോ? ഇത് 70% ഡാർക്കാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ മധുരമുള്ള ഡയറി മിൽക്കൊക്കെ വാങ്ങിക്കുന്നേക്കാളും നല്ലത് ഡാർക്ക് വാങ്ങിക്കാനാണ്. വെയിലത്തിരുന്ന് ഒരിക്കൽ ഷേപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ടേ, പേരൊക്കെ പോയി. എന്നാലും കുഴപ്പമില്ല. സാധനമില്ലേ നല്ല കയ്പ്പായിരിക്കും കേട്ടോ. സാധാരണ നമ്മുടെ ചോക്ലേറ്റ് പോലല്ല, വലിയ കയ്പ്പില്ല, എന്നാലും കയ്പ്പുണ്ട്. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഉരുക്കാൻ പോവാണേ. അപ്പൊ ദേ നമ്മുടെ ഡയറി മിൽക്കും ജംസും ബിസ്ക്കറ്റൊക്കെ കൂടി അങ്ങോട്ട് ഉരുക്കിയെടുക്കാൻ പോവാണ് നമ്മള്. അപ്പൊ ദേ മെൽട്ടായി തുടങ്ങാറായിട്ട് നമ്മുടെ ചോക്ലേറ്റ് മെൽട്ടായി തുടങ്ങിയിട്ടാ. നോക്കി വാവ്, ഡാർക്ക് ഇട്ടത് ദേ വേറൊരു കളറായിട്ട് നിൽക്കണു. മൊത്തത്തിൽ നിന്ന് ഉടച്ചു കൊടുക്കാട്ടാ. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ല രീതിക്ക് ഉരുക്കി ഉരുക്കി വരുന്നുണ്ടേ. അതോളം മിക്സ് ചെയ്ത് നമുക്ക് സെറ്റ് ക്രീമാക്കി എടുക്കണതിനെ കണ്ടാ. നല്ല നല്ല ഡയറി മിൽക്കുകളിട്ട് ഉരുക്കി കഴിയുമ്പോൾ ഈ അവസ്ഥയിലേക്ക് മാറും. ആഹാ, അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഉരുക്കി നല്ല സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ പിന്നെ നമ്മുടെ കേക്കിനുള്ള സ്പഞ്ച് നമുക്ക് റെഡിയാക്കാം. ഓൾറെഡി നമ്മുടെ സ്പഞ്ചൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്പഞ്ച് എടുത്ത് ഇനി മുകളിലത്തെ ടോപ്പ് പോർഷനൊക്കെ നമുക്കൊന്ന് ചെത്തി മിനുക്കി സൂപ്പറാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലത്തെ ഒരു ലെയർ മാത്രം ഒന്ന് ചെത്തി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അടിപൊളി സ്പഞ്ചായിട്ട് കിട്ടുവേ. കണ്ട അതൊന്നും ചെത്തിക്കഴിഞ്ഞാൽ സംഭവം കളറാവും. അപ്പോൾ നമുക്ക് വേണ്ട സ്പഞ്ചുകളെല്ലാം ചെത്തി നമ്മളത് അതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഇല്ലേ വാലന്റൈൻസ് ഡേയുടെ അന്ന് ഡയറി മിൽക്ക് വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ ലെവലാട്ടാ. സംഭവം ആൾക്കാർ വാങ്ങിക്കാൻ അന്വേഷിച്ചെടുക്കുമ്പോൾ അന്വേഷിക്കുന്ന ഡയറി മിൽക്ക് ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ. അപ്പോൾ ദേ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്പഞ്ച് ദേ റെഡിയാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സ്പഞ്ചിനെ ചെറിയ പീസാക്കി എടുക്കാം. നമുക്ക് ലെയറായിട്ട് ചോക്ലേറ്റ് വയ്ക്കാനുള്ളതാണ്. ഇതേപോലെ ലെയറാക്കി എടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്നത് വാനില സ്പഞ്ചാട്ടോ. കാരണം നമ്മുടെ ചോക്ലേറ്റ് ഓൾറെഡി നല്ല സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് തന്നെ കൂടുതൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചോക്ലേറ്റ് ഫ്ലേവറായിട്ട് മൊത്തത്തിൽ ചോക്ലേറ്റ് മയമായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് വാനില സ്പഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മൈൽഡ് ഫ്ലേവറിൽ നമ്മുടെ സ്പഞ്ച് നിന്നോളും. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒരു പഞ്ച് ടേസ്റ്റ് നമ്മൾ കടിക്കുമ്പോൾ ബൈറ്റിൽ കിട്ടും. ഇടയിലൊക്കെ നമ്മൾ ഫില്ലിങ് ചെയ്യാൻ പോകുന്നത് ഇനി ചോക്ലേറ്റ് വെച്ചിട്ടാണ്, അത് ഡയറി മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ട്. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ സ്പഞ്ചൊക്കെ ക്ലിയർ ചെയ്തു നമ്മൾ. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ ഉരുക്കിയെടുത്തു. ഇനി വിപ്പിംഗ് ക്രീം റെഡി ആക്കണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വിപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇത് നമ്മുടെ ക്രീം നേരെ പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തെടുത്താലോ? നമ്മുടെ ഫുഡ് കളർ ഇതേ നമ്മുടെ മാജിക് റെഡും അതുപോലെ തന്നെ ബസൂക്ക പിങ്കും ഉണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറേശ്ശെ നമ്മൾ ഇട്ടത് മിക്സ് ചെയ്ത് കളർ സെറ്റ് ആക്കണേ. ഓക്കെ നമ്മുടെ ക്രീമിൻ്റെ റെഫറൻസ് എടുക്കുന്നത് ഈ ഒരു കളറാട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടി ഇത് ആഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പോവാണേ. കണ്ട ഏകദേശം ആ ഒരു കളറിലേക്ക് നമ്മുടെ ക്രീമിനെ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല രീതിക്ക് നമ്മൾ ബീറ്ററിട്ട് അടിച്ച് നമ്മളുടെ ക്രീമിനെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ സാധനം എടുത്തത് ഇതിങ്ങനെ കമത്തി കഴിഞ്ഞാലും
നമ്മൾ ക്രീം താഴേക്ക് വീഴില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ സെറ്റാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സെറ്റിംഗ് പരിപാടി നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ക്രീം എടുത്ത് നമ്മുടെ ബേസിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കാണ് നമ്മളിനി സ്പഞ്ച് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ സ്പഞ്ച് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിങ്ങനെ ഫസ്റ്റ് ലെയർ ക്രീം ഒന്ന് ബോഡിയിൽ അടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ സ്പഞ്ച് വെക്കലാണ്. നമ്മുടെ സ്പഞ്ച് എടുത്ത് നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഡെയറി മിൽക്കിൻ്റെ ആ ഒരു നീളം വലുപ്പത്തിൽ കിട്ടാൻ പാകത്തിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കൊരു പീസാണ് വെച്ച് കൊടുക്കണ്ടേ, എന്നാലേ നമ്മുടെ അളവ് കറക്റ്റ് ആവുള്ളൂ. ഇനി നമ്മളിത് ഒരു ലെയർ ക്രീം അടിക്കാൻ പോവുകയാണ്. പിന്നെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതിൽ നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ക്രീം നമ്മളിതിൽ ഒഴിക്കുന്നു പറഞ്ഞു, നമ്മൾ എക്സ്ട്രാ വേറെ ഷുഗർ സിറപ്പ് ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതേ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. നമ്മുടെ സ്പഞ്ച് ഫുള്ള് കവറാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഒരു ലെയർ ക്രീം നമ്മൾ അടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഉരുക്കി വെച്ച നമ്മുടെ ചോക്ലേറ്റ് അത് നമ്മൾ നേരെ നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. ഓക്കെ, നമ്മൾ വയറ് നിറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറേശ്ശെ എല്ലായിടത്തും ഫില്ല് ചെയ്ത് ഒഴിച്ച് പോവുകയാണ്. നമ്മളിങ്ങനെ ഒരുമിച്ച് ഒഴിക്കണമായിരിക്കും കേട്ടോ നല്ലത്. അതാകുമ്പോൾ ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് ചോക്ലേറ്റ് ഫില്ല് ചെയ്തെടുക്കാം എല്ലായിടത്തേക്കും. ഇനി നമുക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ജംസ് മിഠായിട്ട് കൊടുക്കാം, ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ. അതേ നമ്മുടെ മിഠായി കണ്ടാൽ നമ്മൾ ഓൾറെഡി കവറിൽ നിന്ന് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വെതറി കൊടുക്കാം കേട്ടോ. നോക്കി എന്ത് രസമാണ്, നോക്കിയ കളറ്. അമ്പോ, അങ്ങനത്തെ നമ്മുടെ ജംസ് മിഠായി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല റിച്ച് ആയില്ലേ മൊത്തത്തിൽ. അപ്പം ഇനി നമ്മുടെ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണേ. ഇവിടെ സ്പഞ്ച് ചെറുതായിട്ടൊന്ന് കീറി, കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനത്തെ നമ്മുടെ സെക്കൻഡ് ലെയർ ഫുൾ സ്പഞ്ച് വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് നമ്മൾ. ഓക്കെ, അടിപൊളി. അപ്പം ഇനി നമ്മുടെ അടുത്ത ലെയർ ക്രീം ഇടാറായേ. ഓക്കെ, നമ്മുടെ കേക്ക് ക്രീമിനാൽ പരത്തപ്പെടണം നമുക്ക് മൊത്തത്തിൽ. ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ, ഇത് നമ്മളുടെ എഡിബിൾ ആയിട്ടുള്ള വേഫർ ഷീറ്റാണ്. ഇത് മേക്ക് നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതായത് എഡിബിൾ ഇങ്ക് വെച്ചിട്ട് പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഇതിപ്പോൾ കടിച്ചു തിന്നാട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ കേക്കിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഷീറ്റുകളായിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ഇനി വെച്ച് കൊടുക്കണേ. നമുക്കിതിനി പതിയെ ജെൻറ്റിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഇതേ നമ്മുടെ അടുത്ത പീസ് വെച്ച് കൊടുക്കുകയാണേ. കറക്റ്റായിരിക്കണം കേട്ടോ. അപ്പം ഇനി ഇതേ അടുത്ത പീസ് നമ്മൾ ചെറിയതായിട്ട് മറ്റേ കവറൊക്കെ കീറിയ പോലെ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പോർഷൻ ഇതിന് ഒഴിവാക്കിയാണ് പുറത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് ചാടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതൊന്നും നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ്. ഇനി ഇത് നമ്മുടെ കേക്കിൻ്റെ സൈഡും ഈ ഷീറ്റ് വെച്ച് തന്നെ നമുക്ക് ഒട്ടിച്ച് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതേ നമ്മുടെ ചോക്ലേറ്റ് നമ്മളിത് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പാക്കറ്റിൽ നിന്ന് പൊളിച്ച ഭാഗത്തു നിന്ന് വരുന്ന രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കണം. ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിത് മൊത്തത്തിൽ ഇത് സ്പ്രെഡ് ചെയ്യാണ്. ജെയിംസൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇത് നമ്മുടെ ഫൈനൽ ടച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേക്കിൻ്റെ. ഓക്കെ, ആ എഡ്ജും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവട്ടെ. ശരിക്കും നമ്മുടെ ആ ഒരു കവർ പൊളിച്ച് ചോക്ലേറ്റ് പുറത്ത് നിൽക്കുന്ന ഫീൽ വരുത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ത് ഫീലാണ് വരണേന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാണുമ്പോൾ എന്നിട്ട് തോന്നുന്ന പ്രവി തുറന്ന ഫീലാണ്. അപ്പോൾ അതേ നമ്മൾ ഉദ്ദേശിച്ച സംഭവം മനസ്സിലായില്ലേ. നമ്മുടെ പാക്കറ്റ് ഇവിടെ കീറി വെച്ചേക്കണ്, അതിൻ്റെ ചോക്ലേറ്റ് ഇവിടെ ഇരിക്കണ്, അതിൻ്റെ ബാക്കി പാക്കറ്റിൻ്റെ ഭാഗം കൊണ്ട് ഈ കാണുന്നത് സംഭവം. അത്യാവശ്യം
നമുക്ക് അടിച്ചാലും പൊട്ടിയാലൊന്നും കീറില്ല, മുറിച്ചെടുക്കാൻ പറ്റും തമ്പുരാനറിയാം. അങ്ങനെ മച്ചാമാരെ നോക്ക്, നമ്മുടെ ഡെയറി മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കേണ്ട സമയമാണ് പ്രവീൺ മച്ചാനെ, കഴിച്ചാലോ നമുക്ക്? ഓക്കെ, അപ്പൊ നമ്മുടെ കേക്ക് മുറിച്ച് നമ്മൾ കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പൊ പ്രവീണെ കട്ട് ചെയ്യല്ലേ കേക്ക്? ഓക്കെ, അങ്ങനെ നമ്മുടെ ഡെയറി മിൽക്ക് കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. സംഭവം ഇത് മുറിഞ്ഞിട്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പ്രവീണെ, മുറിച്ച് നോക്കട്ടെ. ഓക്കെ, മുറിക്കട്ടെ. നിനക്ക് വലിയ പീസ് വേണോ ചെറിയ പീസ് വേണോ? വലുതോതി. ഓക്കെ, പ്രവീൺ മച്ചാന് വലിയ പീസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയറി മിൽക്ക് കേക്ക് പീസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇത് പ്രവീൺ മച്ചാൻ ആദ്യം കൊടുക്കണം, എന്നാലേ എൻ്റെ ഒരു പവർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാന് നമ്മൾ കേക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ആ ഷീറ്റ് കൂട്ടി കടിക്ക്. ഷീറ്റ് അങ്ങനെ തന്നെ കടിച്ചെടുത്തുണ്ട്. എങ്ങനെയുണ്ട്? നല്ല കേക്കാണ്. നല്ലതാണല്ലേ? ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടോ? ക്രീമിന്റെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഉണ്ട്. ചോക്ലേറ്റ് ടേസ്റ്റ് ആണല്ലേ? ചോക്ലേറ്റ് ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഉണ്ട്. ഡയറി മിൽക്കിന്റെ ടേസ്റ്റ് സൂപ്പർ. എടാ പിള്ളേരെ ബാ, മുറിച്ചാലാ ബാ. പിന്നെ നമ്മുടെ കേക്ക് പീസുകൾ ഓരോന്നിട്ട് നമ്മുടെ പിള്ളേർക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ. മക്കളെ വാടാ, ബാ 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 ബാ. മോനെ വാടാ വാടാ വാടാ. ഇത് മൊത്തം നിനക്കുള്ളതാണ്. നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് ഒട്ടിച്ച് വെച്ചോളൂ. അതിൻ്റെ ഉള്ളിൽ ഡെയറി മിൽക്കിൻ്റെ കടി വരുമ്പോൾ ഉണ്ടാ രസം. ക്രിസ്മസ് അപ്പാപ്പൻ. അപ്പോൾ നമ്മുടെ ഓരോ കേക്ക് പീസുകളായിട്ട് ഒരാളെ കൂടി കിട്ടാനുണ്ടല്ലോ. ആരാണത്? എഡ്വിൻ മോനെ കിട്ടിയായിരുന്നോ? അന്നൊന്നുകൂടി കഴിക്കുക. പ്രവി, നിന്റെ കല്യാണം കഴിഞ്ഞാലടാ, നാണുമില്ലട ഇങ്ങനത്തെ പണികൾ ഒപ്പിക്കാനായിട്ട്. എന്റെ കഴിഞ്ഞാണ്. പിള്ളേര് വാങ്ങിച്ച് തിന്നണ്ട, ഡെയറി മിൽക്കൊക്കെ വാങ്ങിച്ചോണ്ട് കേക്ക് ഉരുക്കി കേക്ക് ഉണ്ടാക്കി തിന്ന സൈക്കോടാ നീ. സ്വന്തം വൈബ്. അമ്മ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല. മോനാ അങ്ങനെ മച്ചാമാരെ നമ്മുടെ ഡെയറി മിൽക്ക് ഉരുക്കി ഉണ്ടാക്കിയ നമ്മുടെ അടിപൊളി ഡെയറി മിൽക്ക് കേക്ക് നമ്മൾ ഇത്രത്തോളം കഴിച്ചു കഴിഞ്ഞു. ഇനിയും കഴിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായിക്കാണ്. അപ്പോൾ ഇന്നത്തെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം മച്ചാമാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് signing out.